വെരി ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. പ്രഷോക് റയർ റൂട്ട്സ്. അങ്ങനെ ബൊലേറോ തേടിലെ യാത്ര അവസാനിക്കുന്നില്ല. നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്ത് പോകാനായിട്ട് ഇടുക്കിയിലേക്കാണ്. അപ്പോൾ എറണാകുളം ഇടുക്കി വലിയ കലിപ്പില്ലാത്ത സീനാണ്. അപ്പോൾ നമ്മൾക്ക് വേറെ നല്ല ഈരാട്ടുപേട്ടയും ഈ പറഞ്ഞ പോലെ ചെറിയങ്കിഴൊക്കെ പോയിട്ട് നല്ല മോശം വണ്ടികളാണ് കണ്ടത്. ഓടിച്ചു നോക്കിയപ്പോൾ കച്ചറ വണ്ടി. അപ്പം നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് നേരെ മോഡിഫൈ ചെയ്തിട്ട് കൊടുക്കുന്ന ഇതാണ്. അപ്പോൾ നല്ല വണ്ടി തന്നെ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുമെന്ന് നിർബന്ധമാണ്. അപ്പോൾ ഇത്ര നാൾ നമ്മൾ കൊടുത്തേക്കുന്ന വണ്ടിയൊക്കെ പക്ക വണ്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വിഷയം ഉണ്ടായിട്ടില്ല. പക്ഷേ റീസെൻ്റ്ലി കണ്ട വണ്ടിയൊക്കെ ബോളറെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്ര മോശം വണ്ടി കണ്ടത് ചെറിയ വെച്ചിട്ട്. അത് പോട്ടെ, പറയാൻ പറ്റില്ല, ചിലപ്പോൾ വണ്ടി മോശമായിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകണം ഇടുക്കിയിലേക്കാണ്, ചെറുതോണിയിലേക്ക്. അപ്പോൾ അവിടെ നല്ലൊരു വണ്ടി ഉണ്ടെന്നാ, നല്ല വണ്ടി ഞാൻ പറയാറില്ല, ഒരു വണ്ടി ഉണ്ടെന്നാണ് പറയണത്. അവിടെ ചെന്ന് ഓടിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ വണ്ടി എങ്ങനത്തെ കണ്ടീഷനാണ്. അപ്പം ഞാൻ പോകാൻ പോണത് എൻ്റെ ബ്രദറിൻ്റെ ഒപ്പം പോകണം. ബ്രദറും എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം വിനോദ് സിയാർ. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അവൻ വന്നിട്ട് വേണം അവനായിട്ട് നേരെ ചേട്ടൻ്റെ ഫ്ലാറ്റിലേക്ക് പോകണം. ചേട്ടൻ്റെ വണ്ടിയായിട്ട് നേരെ ഇടുക്കിക്ക് പോകണം. അവിടെ നല്ല വണ്ടിയാണെങ്കിൽ അതെടുത്തിട്ട് എറണാകുളത്തേക്ക് വന്നിട്ട് നേരെ പണിയാൻ കിട്ടണം. നല്ല വണ്ടിയാണെങ്കിൽ മാത്രം. അപ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും വേണം, നിങ്ങളും കൂടെ പോകുന്നത്. എന്താവസ്ഥയൊന്നും പറയാൻ പറ്റില്ല. ഒന്നിപ്പഴിച്ചാൽ മൂന്നാണ്, ഇപ്പം മൂന്നാമത്തെ സമയം. അപ്പോൾ പോവാം ഇടുക്കിക്ക്. ഇടുക്കി ആയതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള സ്ഥലമുണ്ട് ഇടുക്കി. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. നല്ല വണ്ടി കിട്ടണമെന്ന് പ്രാർത്ഥിക്കണം മക്കളെ. പോണേ, അപ്പോൾ എല്ലാവരും കൂടെ പോകുന്നത്. Focus on me harder. Baby, don't you leave. ഇപ്പോൾ മൂവാറ്റൂർ എത്തിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി വടയും ചായയും, വട ഇനി വേണം കേട്ടോ, വടയും ഇഡ്ഡലിയും വടയൊക്കെ കഴിച്ച് ഇപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷനിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മളങ്ങനെ ഇടുക്കി കയറി. അപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്, നല്ല ക്ലൈമറ്റ്. അപ്പോൾ നമുക്ക് വേറെ പ്രശ്നം വെച്ചെങ്കിൽ നമ്മൊരു ടയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു MTയുടെ. അപ്പോൾ അത് ഇപ്പോൾ പുള്ളിനെ വിളിച്ചപ്പോൾ നമ്മൾ അഡ്വാൻസ് പേ ചെയ്ത് വെച്ച് നടത്തി. പക്ഷേ ഇപ്പോൾ വിളിച്ചപ്പോൾ മച്ചാൻ അറിയാൻ പോകുന്നത് നമ്മൾ അങ്ങനെ പുള്ളി പൊട്ടം കളിക്കണം അവിടെ നിന്ന്. വേറെ നല്ല ടയറും അവൻ കൊടുത്ത്, അഡ്വാൻസ് മേടിച്ചിട്ട് അവൻ കൊടുത്ത്. അപ്പോൾ ഇനി അടുത്ത ടയറും കൂടി നമ്മൾ നോക്കണം, MTയുടെ ടയർ. നമ്മളെ എന്തൊക്കെ വള്ളിയാണല്ലോ, ഇത് പറയാൻ പറ്റില്ല നമുക്ക്. ഇങ്ങനത്തെ സീനൊക്കെയാണ് വന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്ലാൻ എന്ന് വെച്ചെങ്കിൽ വണ്ടി എടുത്തിട്ട് നേരെ ടയർ എടുക്കണം, അതൊക്കെയാണ് പ്ലാൻ. പിന്നെ ടയർ എടുക്കാൻ പറ്റില്ല, കാരണം ആ ടയർ ഓൾറെഡി സെയിലായി. അപ്പോൾ അഡ്വാൻസ് തിരിച്ച് മേടിച്ച് അങ്ങനെ ഒരു വള്ളി. അപ്പോൾ അടുത്ത ടയർ കിടക്കണത് അടിമാലി കിടക്കണം. അപ്പോൾ അടിമാലി ഇപ്പോൾ ഒരു ടയർ എടുക്കണം. അങ്ങോട്ട് പോകണേ. വണ്ടി കണ്ടില്ല, വണ്ടി കണ്ടിട്ട് അങ്ങോട്ട് പോകുള്ളൂ. ഓക്കെ. അപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടില്ല. അപ്പം പോകുന്ന വഴിക്ക് ഒരു ബൊലേറൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ അതൊന്ന് വില ചോദിച്ചിട്ട് പോകാമെന്ന് ചോദിച്ചു. അങ്ങനെ അപ്രതീക്ഷിതമായി കണ്ട വണ്ടിയാണ്. വില നോക്കണമെങ്കിൽ നമുക്ക് പൊക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ നോക്കട്ടെ, വണ്ടി നോക്കട്ടെ കൂടെ. എന്താ ഇപ്പം ഞാൻ പറഞ്ഞ വണ്ടി ഞാൻ നോക്കിയായിരുന്നു. ഏറ്റവും രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാണാൻ പോണ വണ്ടി തന്നെയായിരുന്നു ആ വണ്ടി. കാരണം നമ്മൾ ലൊക്കേഷനിൽ എത്തിയപ്പോൾ പുള്ളി ഫോണെടുത്തുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾക്ക് നമ്പർ നോക്കിയപ്പോൾ സംശയം തോന്നി. അപ്പോൾ നോക്കിയപ്പോൾ സെയിം വണ്ടി തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ കംപ്ലീറ്റ്ലി പാച്ചാണ് വണ്ടി.
അതായത് എൻ്റെ ഒരു നിഗമത്തിൽ നമ്മൾ ഈ പോക്കും സീനായി. കാരണം ഫുൾ പാച്ച്. അപ്പോൾ ഞാനൊരു വീഡിയോ പറയണ്ടായിരുന്നു, ബൊലേറോയുടെ ഏറ്റവും വലിയ സീനാണ് പാച്ച് വന്നത്, തുരുമ്പിക്കും. അപ്പോൾ വണ്ടി തുരുമ്പിൻ്റെ പുറത്ത് പെയിൻ്റൊക്കെ അടിച്ച് വെച്ചാൽ അപ്പോൾ ആരെങ്കിലും ബൊലേറോ ഒക്കെ എടുക്കുമ്പോൾ വണ്ടി നോക്കി എടുക്കണോട്ടോ. കാരണം കിടിലം വണ്ടിയാണ്, പക്ഷേ ഇങ്ങനത്തെ കുറച്ച് വള്ളികളുണ്ട്. അപ്പോൾ നല്ല വണ്ടി നോക്കിയെടുക്കും. ഇപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ 3 വണ്ടിയും പ്രശ്നത്തിലുണ്ട്. ബാക്കി ഞങ്ങൾക്ക് പ്രശ്നമുണ്ടല്ലോ, കാരണം ഇത്ര നാൾ വണ്ടി എടുത്തതിലെല്ലാം പക്ക വണ്ടി കിട്ടിയത്. ആകെ ചെറിയ ചെറിയ പാച്ചുകൾ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ കണ്ട 3 വണ്ടിയും വാങ്ങി ഫ്ലോപ്പാണ്. ഒരു വണ്ടിക്ക് ഫുൾ തുരുമ്പും കാര്യങ്ങളൊക്കെ. എന്താ അറിയാൻ പാടില്ല, നമുക്ക് നോക്കാം. സംസാരിച്ചിരിക്കുകയാണ്. ഈ ഭാഗത്ത് വേറെ വണ്ടി ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് പോകുന്ന വെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് കാര്യം. സോ ഫ്രണ്ട്സ്, നമ്മൾ ആ പുള്ളിയുടെ തന്നെ വേറെ ബൊലേറോ വന്ന് നോക്കാൻ വന്നിരിക്കുകയാണ്. ഒരു ഉള്ളിലെ ഏരിയ കേട്ടോ, ഇടുക്കി തന്നെയാണ്. പക്ഷേ ഭയങ്കര ഉള്ളിലേക്ക് കയറി. അതൊന്നും ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്യണോണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. സ്പോട്ടൊക്കെ രസമുണ്ട്, പക്ഷേ ഈ പറഞ്ഞാൽ നല്ല ഉള്ളിലേക്ക് കയറി വണ്ടി. ഉള്ളിലേക്ക് ഭയങ്കര ഉള്ളിലാണ് സ്ഥലം. വണ്ടി ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഈ കണ്ട വണ്ടിയുടെ തന്നെ ആ പുള്ളി തന്നെ വേറൊരു ബൊലേറോ കാണിച്ചിട്ടാന്ന് പറഞ്ഞ് അവിടെ വന്നേക്കാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല വണ്ടിയും വലിയ സുഖമില്ലെന്ന് തോന്നുന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിലാണ് ഈ ഏരിയ വന്നത്. അപ്പോൾ രസമില്ല, മൊത്തം ശോകമാണ്. ചേട്ടനെ കൊണ്ടുണ്ട് ആകെ അതിന് പ്രാന്തായിട്ടിരിക്കുകയാണ് മൊത്തത്തിൽ. പള്ളിയാണ് മൊത്തം, രക്ഷയില്ല, വണ്ടി പോരാ. Focus on me harder. Baby, don't you leave. Stay a little longer. I can be your അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അവിടെ തിരിച്ചു പോകുന്നു. വണ്ടി പോരാ, വണ്ടി കൊള്ളൂല, 2 വണ്ടിയും പോരാ. അപ്പോൾ പന്ന വഴിക്കൊരു പള്ളിയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ തീരുമാനിക്കണം അടുത്ത എങ്ങാടാണ്. അപ്പോൾ തൊടുകൂടി ഒരു വണ്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് പോകണോ വേണ്ടതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ സ്ഥലം കൊള്ളാം കേട്ടോ, കിള്ള സ്പോട്ട്, ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഏരിയ. ഇപ്പോൾ നമ്മൾ ഈ ഓപ്പണായിട്ട് പറയാട്ടോ ഒരു കാര്യം. കാരണം ഈ ബ്രോക്കർമാർ, അതായത് വണ്ടി ഡീലിങ് ചെയ്യണവർ, എല്ലാവരും നാം പറയൂല, മിക്കവരും ചെയ്യണ കളിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വണ്ടി കാണിച്ച് വണ്ടി സൂപ്പറാണ് പൊളിയാണെന്നൊക്കെ പറയും. നമ്മൾ അതിൻ്റെ വീഡിയോ വെച്ച് എന്തൊക്കെ വീഡിയോ ഒക്കെ അയച്ചൊക്കെ തരും. നമ്മൾക്കത് കുഴപ്പമില്ലെന്ന് തോന്നും. അപ്പം നമ്മൾ അപ്പോഴും പറയും കാര്യം പറഞ്ഞ, കാരണം വേറെ ഒന്നുമല്ല, ഇത്രയും നമ്മൾ ദൂരെ നിന്ന് വന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നമ്മൾ റെഡി ക്യാഷ് ആയിട്ട് വന്നത് ഓക്കെയാണെങ്കിൽ വണ്ടി എടുത്ത് നമുക്ക് പോരും. അപ്പോൾ പോകുന്നേക്ക് കിട്ടുന്ന വണ്ടിയൊക്കെയാണ്, അടിപൊളിയാണൊക്കെ പറഞ്ഞ് നമ്മൾ റേറ്റൊക്കെ സംസാരിച്ച് എല്ലാം ഓക്കെ ചെയ്ത് ഇവിടെ വരുന്നില്ല. അതായത് വളരെ മോശം. കാരണം ഞാൻ ഡയറക്റ്റ് പാർട്ടി ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഡയറക്റ്റ് പാർട്ടി ആണെങ്കിൽ വണ്ടി കലക്കണമായിരിക്കും, നല്ല സെറ്റപ്പ്. പക്ഷേ ഈ ഡീലേഴ്സും ബ്രോക്കേഴ്സും ഇതിൻ്റെ ഇടയിൽ വരുമ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും പൈസ കിട്ടിയാൽ മതി. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ തലയെ കൊണ്ട് വെച്ച് കിട്ടുക. പക്ഷെ അവർക്ക് അറിയാൻ പാടില്ല നമ്മൾ ഈ പണിയൊക്കെ നടത്തുന്നതിന് മുന്നേക്കണം. നമുക്കറിയാം ഒരു വണ്ടി കാണുമ്പോൾ എങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ അവർ ഓർക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ അത്യാവശ്യക്കാരാണ്, വന്നിട്ട് വണ്ടി എടുത്തിട്ട് പോയിക്കോളും. അപ്പം നമ്മൾക്ക് ഈ പടല വണ്ടി എടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര നാൾ ബൊലേറോ ഇപ്പം 3 വണ്ടി കണ്ടില്ല, 3 വണ്ടി മോശം. പക്ഷേ അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല ബൊലേറോയിൽ, ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ബൊലേറോ എന്ന വണ്ടി ഒരു 95% എന്തൊക്കെ സംഭവിച്ചാൽ നമുക്ക് പണം തീർക്കാൻ പറ്റിയ വണ്ടി. പക്ഷേ ഇപ്പം ഈ കണ്ട 3 വണ്ടിയും പണം തീർക്കാൻ പറ്റില്ല, അത്ര മോശം വണ്ടികൾ.
അപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞില്ല അടുത്തൊരു വണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സംസാരിച്ച് ഓക്കെ ആണെങ്കിൽ ഇപ്പോൾ എടുക്കും. അത് ഈ പറഞ്ഞ പോലെ ഡീലർമാർത്തുള്ള സംഭവം എന്നാണ്. അവിടുത്തെ വണ്ടി ഉണ്ടോ പക്ഷേ അലപ്പറ വണ്ടി ആയിരിക്കും. ഡയറക്റ്റ് പാർട്ടി ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കണേ ഇപ്പോൾ എന്ത് ചെയ്യുന്ന പിടുത്തു. അങ്ങനെ ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ ഇവിടെ സംസാരിച്ച് ഓക്കെ ആണെങ്കിൽ നേരെ വിടും തൊടുപുഴക്ക്. വളരെ നല്ല എങ്ങനെയുണ്ടോ എടാ നമ്മൾ ഈ കണ്ട 4 വണ്ടിയാണ് 3 വണ്ടിയാ 4 വണ്ടി അതെങ്ങനെ വീഡിയോ രൂപത്തിൽ വന്ന് അതെ ഒരെണ്ണം നേരിട്ട് കണ്ടു. ഒരെണ്ണം അവിടെ എത്തുമ്പോ തന്നെ മനസ്സിലായി അത് കാണാൻ പോണത് എന്തായിരിക്കും. ഇന്ന് കണ്ടത് വയറ് നിറച്ച് സംതൃപ്തിയായി അല്ലേ. നല്ല വണ്ടികളും 4 കണ്ടത് നമ്മള് മനസ്സ് നിറഞ്ഞാണ് ഇവിടുന്ന് പോണത്. ഈ വിഷയത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. അതെ നോക്കിയെടുക്കുക. അതിന് കുറച്ച് പക്ഷെ ഒരു കാര്യം എന്താ പറയുക, ചെറിയൻകീഴ് പോയതാണ് ഏറ്റവും സൂപ്പറായി പോയത്. ഇത് പിന്നെ നമുക്ക് അത്യാവശ്യം ക്ലൈമറ്റെങ്കിലും വലിയ ചെയ്യുന്നില്ല. എന്തായാലും നമ്മള് എപ്പോഴും ഒരേ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അതെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും എല്ലാം പെട്ടെന്ന് നടക്കും. അതെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ മാത്രമാണ് ഓരോരോ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇതാ പയ്യന്റെ സ്ഥിതി ഉണ്ടോ, പയ്യനോടെ ഫോണൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ട്. പയ്യന് പ്രാന്തായിട്ടിരിക്കണം. കിട്ടിയില്ലേ വേറെ ആള് വിളിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലേ. അതെ സ്വാഭാവികം. ഇനി നമുക്ക് അടുത്ത മന്തിയിലേക്ക് കിടക്കാം. അതെ ഫുഡ് ആനന്ദം കണ്ടെത്തുക. അതെ അവനാണത് ഏത് ഗ്രഹത്തിൽ നിന്ന് വന്നതാണെന്നൊക്കെയാണ്. അടുത്തത് ഏതാ നോക്കണം മോനെ. ഒന്നും നോക്കാനില്ല. പിന്നെ ഉള്ളൊരു ഒറ്റ വണ്ടിയുണ്ട്, 13 വണ്ടി, ബ്ലാക്ക് വണ്ടി. എവിടെയാണ് അത് 4ാമത്തെ ഓണർഷിപ്പാണ്. എവിടെയാണ്? വലിയ കളിപ്പുണ്ടോ? നമുക്കൊരു 300 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടി വരും. ZLX വണ്ടിയാണ്. ZLX ആണോ? ZLX 4ാമത്തെ ഓണർഷിപ്പാണ്. 45 കൊടുത്തിട്ടുണ്ട് വണ്ടിയെ. നമ്മളങ്ങനെ എത്തിയപ്പോൾ ഒരു 6:37 കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉറങ്ങാൻ പോണതിൻ്റെ ഉറക്കക്ഷീണത്തിലാണ്. അത്യാവശ്യം നല്ല ഓട്ടോ എടുത്തു. ഇടുക്കി മൊത്തം കറങ്ങി. 4 വണ്ടി കണ്ടിട്ടാ, 3 അല്ല, തെറ്റിപ്പോയതാ പറഞ്ഞത്. 4 വണ്ടി കണ്ടത്, 4 വണ്ടിയും ഫ്ലോപ്പ്. ആരെങ്കിലൊക്കെ വണ്ടി എടുക്കാൻ പോകുമ്പോൾ പക്കയിട്ട് നോക്കിയും കണ്ടൊക്കെ എടുക്കുക വണ്ടികൾ. കാരണം ബ്രോക്കേഴ്സ് ഡീലേഴ്സൊക്കെ വന്ന് നോക്കി വണ്ടി പക്കയാണ് സൂപ്പറാണൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കും. പക്ഷെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ഇത് ആദ്യമായിട്ടാണ്. കാരണം ഇങ്ങനത്തെ ഒരു അത്ര കച്ചറ വണ്ടികൾ 4 അല്ലെങ്കിൽ ചെറിയ മിസ്റ്റേക്ക് നമുക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്ത് നമ്മൾ സെറ്റ് എടുത്താണ്, പണിയെടുത്ത് നമ്മൾ ഫുൾ ക്ലിയർ എടുത്താണ്. പക്ഷെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത സീനാണ്. അപ്പം ഇനിയും നമ്മൾ ബൊലേറോ തേടിയുള്ള യാത്രയിലാണ്. നാളെ മറ്റന്നാൾ എപ്പോഴാണ് എവിടെയെന്ന് അറിയാൻ പാടുള്ള വണ്ടി ഏതെങ്കിലും വണ്ടി കാണും. ചിലപ്പോൾ എറണാകുളത്ത് തന്നെ ആയിരിക്കും, ചിലപ്പോൾ ട്രിവാൻഡ്രത്തായിരിക്കും, എവിടെ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. പക്ഷെ പോവും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കണ്ട. പ്രക്ഷോഭ് റൂട്ട്സ് നിങ്ങളുടെ പ്രാർത്ഥനയും ബ്ലെസ്സിങ്സൊക്കെ എനിക്ക് വേണം. ബോലർ കിട്ടാം, ഒന്ന് പ്രാർത്ഥിക്കും മക്കളെ. ഓക്കെ, ടേക്ക് കെയർ.